ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി അടുത്ത 2 മാസം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു ഉത്സവം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. IPL തുടങ്ങാൻ ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ IPL അനുബന്ധിച്ച് നമ്മൾ വിവിധ ടീമുകളുടെ അപ്ഡേറ്റുകളും ടീമുകളുടെ സാധ്യതകളൊക്കെ നമ്മൾ പരിശോധിച്ച് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ സീസണിലെ ഏറ്റവും അവസാന സ്ഥാനത്ത്, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലീഗ് ഘട്ടത്തിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്ന വലിയൊരു നാണക്കേട് ചെന്നൈ ഏറ്റുവാങ്ങിയിരുന്നു. പക്ഷെ പുതിയ സീസണിന് മുമ്പ് ചെന്നൈക്കൊരു ഒരു പുതിയ മുഖം, അല്ലെങ്കിൽ പുതിയ ഒരു തരത്തിൽ കുറച്ചുകൂടി യുവ താരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ശക്തമായ ഒരു ടീം, 44-കാരനായിട്ടുള്ള ഒരു താരം ടീമിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ടീമിന്റെ ഒരു ആവറേജ് ഏജ് ഒരു 28 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ സീസണിലെ പകുതി ഘട്ടത്തിൽ ടീമിനൊപ്പം വന്ന ആയുഷ്മാത്ര ബ്രവിസ് പോലുള്ള താരങ്ങളെ അതുപോലെ നിലനിർത്തുകയും, അത് മാത്രമല്ല അതോടൊപ്പം ഈ ലേലത്തിന് മുമ്പ് സഞ്ജു സാംസനെ കൊണ്ടുവരികയും നിരവധി പുതിയ താരങ്ങളെ, യുവതാരങ്ങളെ, കാർത്തിക്, അതെ സർഫറാസ് ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ യുവതാരങ്ങൾ ഇപ്പൊ കാർത്തിക് ശർമ്മ ആണെങ്കിലും പ്രശാന്ത് വീർ ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു പുതിയ ടീമായിട്ടാണ് ചെന്നൈ കളിക്കുന്നത്. അവരുടെ ഒരു ഫിലോസഫിയിൽ, അതുവരെ ഉണ്ടായിരുന്ന ഒരു ഫിലോസഫിയിൽ തന്നെ വന്നൊരു മാറ്റം കൂടി നമ്മൾ അതെ 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 ഒരു ഡീസന്റ് ടീമാണ് ചെന്നൈ. വളരെ ശക്തരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഡീസന്റ് ടീമുണ്ട്, ഓപ്ഷനുകളുണ്ട്. അതെ അതെ. അപ്പൊ നമുക്ക് ചെന്നൈയുടെ സാധ്യതകൾ നമ്മൾ നോക്കാം. എന്താണ് ചെന്നൈയുടെ ഒരു സാധ്യത? നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ചെന്നൈയുടെ സാധ്യത വരുമ്പോൾ ചെന്നൈ എന്തായിരുന്നു, ഈ ചെന്നൈ നമ്മൾ ഫസ്റ്റ് തൊട്ടേ കാണുന്ന IPL കാണുമ്പം അന്നോട്ട് കണ്ട ഒരു വലിയൊരു താരനിരയുണ്ട് ചെന്നൈക്ക്. ആ താരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അങ്ങ് അവതരിച്ചിട്ടുണ്ടായിരുന്നു ചെപ്പോക്കിൽ. അതൊരു വലിയൊരു ഈവന്റ് ചെന്നൈയുടെ മറ്റൊരു ടീമുകളൊന്നും കാണാത്ത, അതായത് നമ്മൾ പല ടീമുകളിലും കണ്ട് പല ടീമുകളിലും കളിച്ചവരായാലും ചെന്നൈയുടെ ആ മഞ്ഞക്കൊപ്പായത്തിൽ ഒരു കാലത്ത് നമ്മൾ ത്രസിപ്പിച്ച താരങ്ങളെല്ലാം അവർ കൊണ്ടുവരാൻ വേണ്ടി പറ്റി. ഒരു വലിയൊരു ഇതാണ് ഒരു ചെന്നൈയുടെ. ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയല്ലോ, കഴിഞ്ഞ സീസൺ ഏറ്റവും മോശം സീസണാണ്, ചെന്നൈയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. 14 മത്സരത്തിൽ 4 മത്സരത്തിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ചെന്നൈക്കെതിരെ ചെന്നൈ ആരാധകർ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു, ധോണി എന്ന വികാരം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ ആവില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വല്ലാത്തൊരു തലത്തിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ബ്രവിസും മാത്രയും സഞ്ജുവും അങ്ങനെയുള്ള യുവനിരയൊക്കെ വരുന്നു. സഞ്ജുവിനൊക്കെ നമുക്ക് യുവനിര തന്നെ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ താരങ്ങളൊക്കെ വരുന്നു. എന്നിട്ട് ആ ഫാൻ ബേസ്, സഞ്ജു വരുമ്പോൾ തന്നെ ഫാൻ ബേസിലൊരു മാറ്റം വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സീസൺ തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷത്തെ എല്ലാ വിഷമങ്ങളും മറ്റേ നെഗറ്റിവിറ്റി എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ഒരു മെഗാ ഈവന്റ്, അത് ആരുടെ തലയാണെന്ന് എനിക്കറിയില്ല, വല്ലാത്തൊരു ഇതാണ്. ആ ആരാധകരെ ആ ഒരു പഴയ ചെന്നൈയിൽ നിന്നുള്ള വികാരം തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ആ ഒറ്റ പരിപാടിയോട് സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സീസണും തുടങ്ങുമ്പോൾ ധോണിയുടെ അവസാന സീസൺ ആയിരിക്കുമോ നമ്മൾ സംസാരിക്കാറുണ്ട്. അതങ്ങ് വന്നിട്ട് ശിവകാർത്തികേയൻ ചോദിക്കുന്നു, അതിന് മറുപടി വരുന്നു, അങ്ങനെ എല്ലാം വേണ്ടതെല്ലാം കൂടി നമുക്ക് വന്നിട്ട് കൊട്ടിഘോഷങ്ങൾ തുടങ്ങി. ഇനി ആ തുടക്കം, ആ ഒരു ഓളം, ഇപ്പോൾ ഒരു ചെന്നൈ ക്യാമ്പിൽ ഒരു ഓളം വന്നിട്ടുണ്ട്. സഞ്ജുവും ഋതുരാജും ബ്രവിസും മാത്രയും ഇവർ ആ ഓളം മുന്നോട്ട് കൊണ്ടുപോകുന്ന യാതൊരു സംശയവുമില്ല. ഒരു മെഗാ ടീമായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ വലിയ താരതമ്യത്തിൽ വലിയ ടീമൊന്നുമല്ല, പക്ഷേ ഏത് ടീമിനെയും വീഴ്ത്താൻ പറ്റുന്ന ഒരു നല്ല കൊമ്പന്മാരുള്ള ടീമായിട്ട് തന്നെ ചെന്നൈ മാറിയിട്ടുണ്ടെന്ന് സംശയമില്ല. സഞ്ജു നയിക്കും. എനിക്കിപ്പോൾ അറിയേണ്ടത് സഞ്ജു ആയിരിക്കും ധോണി ആയിരിക്കും വിക്കറ്റ് കീപ്പിൻ്റെ പിന്നിലാണ്. അപ്പം അത് വേറെ സ്ഥാനത്തിൽ ഞാൻ കാണുന്നത്, ധോണി ഇപ്പം വിക്കറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നില്ലെങ്കിൽ സഞ്ജു ഇറങ്ങുമ്പോൾ ആരാധകർ ഈ കൂവി വിളിക്കുമെന്ന് സംശയമൊക്കെ ഉണ്ട്. കാരണം ധോണിനെ കാണുമെന്നുള്ള ഒരു പ്രൈമായിട്ടുള്ള ഒരു ലക്ഷ്യമാണല്ലോ ആരാധകരുടെ. അപ്പം ഇമ്പാക്ട് പ്ലെയറായിട്ട് മാത്രമായിരിക്കും ധോണി വരുമെന്നുള്ള സംശയമുണ്ട്. അതൊക്കെയാണ് എനിക്ക് കണ്ടറിയേണ്ടത്. ഈ ടീമിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഈ 4 മത്സരം ജയിച്ചു പറയുമ്പോഴേ ആദ്യത്തെ ആ ഒരു വലിയൊരു തകർച്ചയിൽ നിന്ന് ഈ ബ്രവീസും മാത്രമൊക്കെ വരുമ്പോൾ ആ ടീമിന് ഉണർവ് ലഭിച്ചത്, ഒരു പോരാട്ടത്തിൻ്റെ വീര്യം വന്നത്. ആ വീഡിയോയിൽ മുന്നോട്ട് പോകും, നല്ല മത്സരം വരും. ഏതായാലും ലീഗിൽ അവസാന സ്ഥാനത്തായിരിക്കില്ല എന്ന് ആദ്യത്തെ സംശയമില്ല. അങ്ങനെ വരുന്ന ചെന്നൈയിൽ സഞ്ജു എന്തുണ്ടാക്കും, ഇമ്പാക്ട് ഉണ്ടാക്കും. സഞ്ജുവിൻ്റെ ഏറ്റവും പീക്ക് ഫോമിലാണ്, ലോകകപ്പിലെ താരമായിട്ട് വന്നതാണ്. അങ്ങനെ വരുമ്പോൾ ദുബൈ ഉണ്ട്. ആ ദുബൈ നമ്മൾ ഈ സഞ്ജുവിൻ്റെ ലോകകപ്പിലെ താരം എന്ന് പറയുമ്പോൾ സഞ്ജുവിനോളം പോകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയായിരുന്നു 5 നോക്കൌട്ട് മത്സരങ്ങളെല്ലാം ശിവൻ ദുബൈ. ആ ദുബൈയും ഉണ്ട്. ലോകകപ്പ് നേടിക്കൊടുത്ത ആയുഷ് മാത്രമാണ്, അടുത്ത ആയുഷ് മാത്രമേ ഉണ്ട്. അപ്പോൾ ആ ടീമെല്ലാം കൂടെ സെറ്റ് ടീമാണ്, സെറ്റ് ഫോമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇനി അവർ ഈ പറഞ്ഞ ധോണിയുടെ റോൾ എന്തായിരിക്കും, അതൊക്കെയാണ് എനിക്ക് കണ്ടറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചെന്നൈ ടീമിന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ ഒരു ബാറ്റിംഗ് നിരയുണ്ട്. നമുക്ക് ശക്തം എന്ന് പറയുമ്പോൾ എന്താ പറയുക, പലപ്പോഴും നമ്മൾ ചെന്നൈയുടെ ഒരു ബാറ്റിംഗ് നിരയെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വലിയ പേരുകാരൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ അവരുടേതായ രീതിയിൽ റൺസ് സ്കോർ ചെയ്തിട്ട് ആ ഒരു കൃത്യമായ തന്ത്രത്തിൽ എത്രയാണോ ഓരോ മത്സരങ്ങളിലും റൺസ് സ്കോർ ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെ ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു ചെന്നൈ. പലപ്പോഴും ചേസിങ്ങിലൊക്കെ ആ രീതിയിൽ ഒരു എതിരാളികളെ പിടിച്ച് നിർത്തുക എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പോ മാറി വന്ന T20യുടെ പുതിയ ഒരു സാഹചര്യത്തിൽ
വെടിക്കെട്ട് എന്ന് പറയുന്നത് T20യുടെ ഒരു വലിയ മുഖമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് 200+ മത്സരങ്ങളൊക്കെ വരുന്നു. അപ്പൊ കഴിഞ്ഞ സീസണിൽ ചെന്നൈക്ക് സംഭവിച്ച ഒരു പിഴവ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, അതെ, ആ ഒരു രീതിയിലേക്ക് വെടിക്കെട്ട് നടത്താൻ പറ്റുന്ന താരങ്ങൾ ഇല്ലാത്തതായിരുന്നു ചെന്നൈയുടെ പ്രശ്നം. പക്ഷെ ഈ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് ഓർഡറിൽ ഒരു തരത്തിലും ഒരു ആശങ്കകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. സഞ്ജു സാംസൺ വരുന്നുണ്ട്, ഋതുരാജ് ഗൈക്വാദ് വരുന്നുണ്ട്. ഋതുരാജ് നല്ല ഫോമിലാണ് കളിക്കുന്നത്. ആയുഷ് മാത്രേ വരുന്നുണ്ട്. ആയുഷ് മാത്രേ നമുക്കറിയാം ഇപ്പോൾ അണ്ടർ-19 ലോകകപ്പ് നേടിയ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് പറയേണ്ട ബ്രവിസിനെ പോലുള്ള താരങ്ങൾ, ഉർവിൽ പട്ടേൽ, ഇനിയിപ്പോ ഓപ്ഷനുകൾ പറയുകയാണെങ്കിൽ സർഫ്രാസ് ഖാൻ, മാറ്റ് ഷോട്ട്, എല്ലാം അങ്ങനെ ഒരുപാട് താരങ്ങളെ ഒരു ബാറ്റിങ്ങിലെ ഒരു കരുത്ത്. ശിവൻ ദുബൈനെ നമ്മൾ പറഞ്ഞിട്ടില്ല, ശിവൻ ദുബൈ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ നിര. ഇനിയിപ്പോ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ കാർത്തിക് ശർമ്മ, നല്ല ഒരു 19കാരനായ ഒരു താരം, നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന താരം. അതുപോലെ തന്നെയാണ് പ്രശാന്ത് വീറും ആ ഒരു രീതിയിൽ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ താരം. ഇങ്ങനെ ഒരുപാട് താരങ്ങൾ. ഇപ്പോൾ ധോണി എന്നുള്ള ഒരു ഓപ്ഷൻ 8ാം സ്ഥാനത്ത് 8ാമതോ 7ാമതോ വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ പന്തുകളിൽ ഒരു വലിയ റൺസ് അടിക്കുക, വേറെ ഈ പറയുന്ന ഭാരം ഒന്നുമില്ലാതെ അങ്ങനെ അടിക്കുന്ന ഒരു ധോണിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മധ്യനിരയും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബ്രവിസ്, ശിവൻ ദുബൈ ഉൾപ്പെടെയുള്ള സ്പിന്നർമാരെ വളരെ ഫലപ്രദമായി നേരിടുന്ന ഒരു അതെ ഒരു മധ്യനിരയും ഉണ്ട്. പിന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് ചെന്നൈയുടെ ഒരു പ്രശ്നം, അതായത് അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, ഞാനൊരു കരുത്തായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ രവീന്ദ്ര ജഡേജ, അശ്വിൻ പോലുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരില്ലാതെ വരുന്നൊരു സ്പിന്നിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, നൂർ അഹമ്മദ് ഉണ്ട്, അഖിൽ ഹുസൈൻ ഉണ്ട്, അതുപോലെ ഇപ്പൊ രാഹുൽ ചഹർ, ശ്രേയസ് ഗോപാൽ, ഇങ്ങനെ ഉള്ള ഒരു ഓപ്ഷൻസ് ആണ് ചെന്നൈക്ക് ഉള്ളത്. അപ്പൊ അത് അങ്ങനെ ഒരു നോക്കുകയാണെങ്കിൽ സ്പിന്ന് ഒരു പേര് കേട്ട താരങ്ങൾ ഇല്ലെങ്കിൽ പോലും നൂർ അഹമ്മദ് എപ്പോഴും നമുക്കറിയാം ഒരു പർപ്പിൾ ക്യാപ്പ് അടിക്കാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് നൂർ അഹമ്മദ്. അപ്പൊ നൂർ അഹമ്മദിനെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും സ്പിന്നിന്റെ അറ്റാക്കിനെ ചെന്നൈ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നമുക്ക് മൊത്തത്തിൽ ചെന്നൈയുടെ ഒരു വീക്ക്നെസ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജഡേജ എന്ന് പറയുന്ന ഒരു താരത്തെ താരം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് പലപ്പോഴും വളരെ വലുതാണ്. അത് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ഈവന്റ് വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും ജഡേജനെ പോലുള്ള താരം അവിടെ മഞ്ഞക്കൊപ്പം ജഡേജ കൂടെ ചേരുമ്പോൾ ആ ടീം പൂർത്തിയാകുന്ന ഒരു ഫീൽ നമുക്കുണ്ട്. കാരണം ചെന്നൈക്ക് വേണ്ടി ഒറ്റയാൽ പോരാട്ടങ്ങൾ ഒരുപാട് നടത്തിയൊരു താരമാണ് പിന്നെ ജഡേജ. ധോണിക്കല്ലേ നമ്മൾ പല ഒരു നിർണയ എനിക്ക് ഫൈനൽ, ഒരു IPL ഫൈനൽ തന്നെ അവസാനം ജഡേജ കപ്പെടുത്തൊരു മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചെന്നൈക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വലിയൊരു ഇതാണ്, എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ ജഡേജ ഇല്ലെങ്കിൽ അത് വലിയൊരു മിസ് ആയിരിക്കും. ധോണിക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു താരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു മിസ്സിങ് വല്ലാത്ത ഒരു വിടവ് എന്തായാലും ഉണ്ടാവും, വലിയൊരു വിടവ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു യൂട്ടിലിറ്റി താരം എന്ന രീതിയിൽ ബാറ്റ് കൊണ്ടാണെങ്കിൽ, ഇപ്പൊ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു 10-15 റണ്ണ് സേവ് ചെയ്തിട്ട് ഫീൽഡിങ്ങിൽ തിളങ്ങുന്ന ഒരു താരം. ആ ഒരു താരത്തിന് പകരം കൊണ്ടുവന്ന പ്രശാന്ത് വീർ നമുക്കറിയില്ല പ്ലേയിങ് 11 ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പ്രശാന്ത് വീർ ഇതുപോലെ അത്രയധികം പരീക്ഷിക്കപ്പെട്ട ഒരു താരമല്ല. അപ്പൊ ചെന്നൈ വളരെ ഭാവിയിലേക്കുള്ള ഒരു ഫ്യൂച്ചർ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു നീക്കമാണ് പ്രശാന്ത് വീർ എന്ന് പറയുന്ന താരത്തെ കൊണ്ടുവരുന്നത്. അത് ഒരു പക്ഷേ ഇതുപോലെ വന്ന ജഡേജ ചെന്നൈയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് വീറിന് അത് സാധിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കാത്തിരുന്ന് കാണണം എന്ന് പറയുന്നതാണ്. പിന്നെ നമുക്കറിയാം ഇപ്പോ ബാറ്റിങ്ങിന്റെ ഇത് പറയുമ്പോൾ ലോവർ ഇതിലേക്ക് മിഡിൽ ഓർഡറിലേക്ക് വരുന്ന സമയത്ത് കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ ഇതുപോലുള്ള താരങ്ങൾ അധികം പരീക്ഷിക്കപ്പെട്ട, പ്രശാന്ത് വീറിന്റെ ബൗളിങ്ങിന്റെ കാര്യം പറഞ്ഞു, ജഡേജ ഒരു പകരക്കാരൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ധോണിയൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് പേസ് അറ്റാക്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇപ്പോ നിദാൻ അല്ലീസിന് ഒരു പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതെ ഇപ്പോ പകരക്കാരനായിട്ട് സ്പെൻസർ ജോൺസനെയാണ്. നമുക്കറിയാം എത്രത്തോളം സ്പെൻസർ ജോൺസന് മികവ് പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം പിന്നെ ഉള്ളത് മാറ്റ് ഹെൻറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഓർട്ടൺ അതുപോലെ ടീമിലുണ്ട്. ഇത്തരത്തിലുള്ള പിന്നെ കാംബോജിനെ പോലുള്ള താരങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു മറ്റുള്ള ടീമുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു കരുത്തുറ്റൊരു പേസ് നിരയായിട്ട് ചെന്നൈ പേസ് നിര ആണെന്ന് തോന്നുന്നില്ല. അതേസമയം സഞ്ജു സാംസന്റെ ഒരു വരവ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഒരു വലിയ രീതിയിൽ ഒരു ഇമ്പാക്ട്, അതൊരു വലിയ അവസരം തന്നെയാണ്. ഒരുപാട് ആരാധകരെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരം. ഇപ്പൊ സഞ്ജു എനിക്ക് തോന്നുന്നത് തന്റെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പൊ അതും കൂടി ഒരു അവസരമായിട്ട് മാറില്ലേ സഞ്ജു ഇപ്പൊ ഈ ടീമിന് നമുക്കറിയുന്നത്. ഇപ്പം മാത്രയും ബ്രവിസ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഋതുരാജ് കഴിഞ്ഞ പ്രാവശ്യം പരിക്കായിരുന്നു, ഋതുരാജും തിരിച്ചു വരുന്നു വരാം. അങ്ങനെ മാറ്റം വരുമ്പോഴും അതിന്റെയൊക്കെ ഇരട്ടി ഇമ്പാക്ട് ഉണ്ടാക്കുമ്പോൾ സഞ്ജു സാംസൺ തന്നെ ആയിരിക്കും. ഈ IPL നമുക്കറിയാം ധോണിയുടെ ഒരു വിക്കറ്റ് പോകുമ്പോൾ ധോണിക്കായി ആർപ്പ് വിളിക്കുന്ന കൈയടിക്കുന്ന നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ ഒരു മൊമെന്റ് ആയിരിക്കും സഞ്ജു ഓപ്പണിംഗ് ആണെങ്കിൽ 1 ഡൗൺ ആണെങ്കിൽ തന്നെ സഞ്ജു ഇറങ്ങുമ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്.
അങ്ങനെ ചെന്നൈക്കൊരു പിന്നെ അത് എനിക്കൊന്ന് ഓഡിയൻസിന്റെ ഒരു അല്ലെങ്കിൽ ആരാധകരുടെ ഒരു ആരവം മാത്രമായിരിക്കില്ല, ടീമിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് സഞ്ജു തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല അതിൽ. കാരണം ഇപ്പം പവർ പ്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണാൻ പവർ പ്ലേയിൽ റൺ അടിക്കാൻ വേണ്ടി ചെന്നൈക്ക് അത്ര വലിയ റൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വലിയ കൂറ്റിനടിക്കാരുടെ നിരയുണ്ടായിരുന്നില്ല, ഒരു എപ്പോഴും ഒരു ആവറേജ് റൺ അടിച്ചിട്ട് എറിഞ്ഞു പിടിക്കുന്ന ടീമായിരുന്നു ചെന്നൈ നിന്നത്. പക്ഷെ സഞ്ജുവിനെ പോലെ ഒരു താരം പിന്നെ ഇപ്പോൾ ഋതുരാജ് ആയാലും പ്രവീസ് മാത്രയായാലും ഓപ്പണിംഗിലേക്ക് എത്തുമ്പം അവർക്കൊപ്പം റൺ റേറ്റ് ഉയർത്താൻ വേണ്ടി പറ്റിയാലും അത് തന്നെയായിരിക്കും ടീമിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച തുടക്കം. അതിൻ്റെ പിന്നെ ആ ഒരു അടിത്തറ നിന്നായിരിക്കും ടീം ഇപ്രാവശ്യം കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സഞ്ജു തുടങ്ങുന്ന മത്സരങ്ങളും സഞ്ജു തുടങ്ങണം എന്ന് പറയുന്നില്ല, നമ്മൾ ദേശീയ ടീമിൽ തന്നെ കളിക്കാൻ കണ്ടു. സഞ്ജു ഇറങ്ങുമ്പോൾ തന്നെ, സഞ്ജു വന്നപ്പോൾ തിരിച്ചെത്തിയപ്പോൾ തന്നെ സിംബാബ്വെ മത്സരത്തിലാകുമ്പോൾ തിരിച്ചെത്തുമ്പോൾ തന്നെ ഒരു ഇമ്പാക്ട് ടീമിന് മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ പോസിറ്റിവിറ്റി, ആ എനർജിയും ഇവിടെ ചെന്നൈ ക്യാമ്പിലും ഉണ്ടാവും. അത് തന്നെയായിരിക്കും ചെന്നൈക്ക് ഈ വർഷം കിട്ടുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഈ ജഡേജ ബോയിന്റെ പകരമായാലും എന്ത് പറഞ്ഞാലും ആ ജഡേജ പകരക്കാരനായിട്ട് നമുക്ക് കാര്യം പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം പ്രശാന്ത് വർമ്മയിലായാലും നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആ ഒരു അതിൻ്റെയൊക്കെ ഒരു ഇരട്ടി ഓളം ഉണ്ടാക്കാനും ടീമിനൊരു പോസിറ്റിവിറ്റി നൽകാനും സഞ്ജുവിന് സാധിക്കും. അത് ഫലത്തിലേക്ക് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ആ ഒരു രീതിയിൽ സഞ്ജു പെർഫോം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് സഹതാരങ്ങളിലേക്ക് ഒരു ആവേശം എത്തുകയും പവർ പ്ലേ ഓവറുകളിൽ എങ്ങനെ ഈ ചെന്നൈ ടീം നേരിടുന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ ചെന്നൈയുടെ ഈ പറയുന്ന തരത്തിൽ ചെന്നൈയുടെ വീക്ക്നെസ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ പറയുക, ബൗളിങ്ങിൽ എത്രത്തോളം ചെന്നൈയുടെ ഒരു മികവ് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് മത്സരങ്ങൾ 1-2 മത്സരങ്ങൾ തുടങ്ങിയത് അല്ലെങ്കിൽ 1-2-3 മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ഡീസന്റ് ടീമാണ് എന്ന് ചെന്നൈ തോന്നുന്നു. നമുക്ക് പ്ലേയിങ് ലെവലിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസണും ആയുഷ് മാത്രയും തന്നെ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷനുകൾ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഋതുരാജ് ഗൈക്വാദ് 1 ഡൗൺ ആയിട്ട് കളിക്കും, ബ്രവിസ് 4-ാം നമ്പറിൽ വരാനുള്ള സാധ്യതയുണ്ട്, ശിവൻ ദുബെ 5-ാമത്, കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുകയോ ഇല്ല എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പൊ ഇവർ കളിച്ചിട്ടില്ലെങ്കിൽ ഉർവിൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു താരത്തിന്റെ പേര് നമ്മൾ അധികം ലഭിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. 2 വിക്കറ്റ് കീപ്പർമാരുടെ ടീമിലുണ്ട്. അല്ല, അങ്ങനെ സാധ്യത കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉർവിൽ പട്ടേലും വിക്കറ്റ് കീപ്പറാണ്. പക്ഷെ ഉർവിൽ പട്ടേൽ കുറച്ചും കൂടി ഈ കഴിഞ്ഞ സീസണിലൊക്കെ ചില ക്യാമിയോകളൊക്കെ കാഴ്ചവെച്ച ഒരു താരമാണ്. അപ്പൊ അതനുസരിച്ച് ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ചെന്നൈനെ സംബന്ധിച്ച്. ഇനിയിപ്പോ നോക്ക്, ഇതിലെ ഈ ഓപ്ഷന് ഇത്രയും നമ്മൾ പറഞ്ഞതിൽ സർഫറാസ് ഖാൻ ഇല്ല. സർഫറാസ് ഖാൻ എത്രയും മികച്ച ഫോമിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ബോളിംഗിലേക്ക് വരുമ്പോൾ നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, അതുപോലെ തന്നെ മാറ്റ് ഹെൻറി അല്ലെങ്കിൽ ജെയ്മി ഓവർട്ടൺ ഇവര് കളിക്കാനാണ് സാധ്യത. പിന്നെ രാഹുൽ ചഹർ, അക്കീൽ ഒരു ടീമിന്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ഇവരിൽ ആരെങ്കിലും ഒക്കെ ഒരാൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടും വരാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ ഈ ധോണി എന്ന് പറയുന്ന ഒരു ഘടകം കൂടി അവിടെ ഉള്ളതുകൊണ്ട് പലപ്പോഴും പല മുൻ ക്രിക്കറ്റ് താരങ്ങളും ചെന്നൈ ടീമിനെ പ്രഡിക്ട് ചെയ്യുന്ന സമയത്ത് ബോളർമാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇത് വരുന്ന എല്ലാ ആളുകളെയും ഇപ്പൊ 14 കോടി രൂപക്ക് കളിപ്പിക്കാതെ വെറുതെ 2 താരങ്ങൾ എടുക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് ഒരു സാധ്യത ഇപ്പോ ആ ഒരു രീതിയിൽ വളർത്തി കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും കൂടി ചെന്നൈനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ 2 താരങ്ങളെ എടുക്കുക എന്നുള്ളതായിരുന്നു ചെന്നൈയുടെ ഒരു തന്ത്രം ലേലത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചെന്നൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഞ്ജു എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ വളരെ നിർണായകമായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ ഈ മോശം പ്രകടനത്തിൽ നിന്ന് ശക്തമായി തിരിച്ചുവരവ് ചെന്നൈക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ചെന്നൈ പോലുള്ള ഒരു ഫ്രാഞ്ചൈസി ഇപ്പൊ ഏറ്റവും കൂടുതൽ IPL കിരീടം നേടിയ 2 ടീമുകളിൽ ഒരു ടീമാണ് ചെന്നൈ. അപ്പൊ 6ാമത്തെ കിരീടം നേടുക എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യം കൂടി ചെന്നൈ ടീമിനുണ്ട്. അങ്ങനെ ഒരു ടീമിനെ ഈ ഒരു അതെ ഈ ഒരു സീസൺ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നീക്കമല്ല ചെന്നൈ പലപ്പോഴും ഇത്തവണ നടത്തിയിട്ടുള്ളത് ഈ ലേലത്തിൽ. എന്തായാലും ഒരു മികച്ച പ്രകടനം തന്നെ ചെന്നൈ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എഴുതി തള്ളാൻ കഴിയില്ല. നമുക്ക് പേപ്പറിൽ മറ്റുള്ള ടീമുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ടീമാണ് എന്നൊക്കെ തോന്നും. പലപ്പോഴും അത്തരം ചെറിയ ടീമുകളുമായിട്ട് വന്നിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ടീമാണ് ചെന്നൈ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായാലും ചെന്നൈയുടെ പെർഫോമൻസും അതുപോലെ തന്നെ അതെ അതെ അത് അതെ എങ്കിൽ പോലും നമുക്കറിയാം സഞ്ജുവിന്റെ പെർഫോമൻസും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മളിനിയിപ്പോ ഏതെങ്കിലും താരങ്ങളുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. അതെ മറ്റേതെങ്കിലും താരങ്ങൾ ഇങ്ങനെ ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ്.